അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അർജുനൻ്റെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഇപ്പോൾ അർജുനൻ്റെ കുടുംബത്തെ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ കുടുംബത്തിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതിൻ്റെ ഫലമായി സഹകരണ ചട്ടങ്ങളിൽ ഇളവ് ചെയ്തുകൊണ്ട് അർജുനൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാനുള്ള തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഒരു സന്തോഷകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. മാത്രമല്ല, തീർച്ചയായിട്ടും അർജുനൻ്റെ ഭാര്യയ്ക്ക് ഒരു ആശ്രിത നിയമനം എന്ന നിലക്ക് അർജുനൻ്റെ ഭാര്യയ്ക്ക് എല്ലാം കൊണ്ടും ഒരു ജോലി ലഭിക്കാൻ അർഹതയുണ്ട്. മാത്രമല്ല, ഒരു ചെറിയ പിഞ്ചു പൈതലിൻ്റെ അമ്മയാണ്. ആ കുടുംബം അങ്ങേയറ്റം ദുഃഖകരവും പ്രയാസകരവുമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല, കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുണ്ടായിരുന്നത് അർജുനനാണ്. അർജുൻ കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമായ തെളിവുകൾ വന്നിട്ടില്ലെങ്കിലും ഇതിനു മുമ്പ് തന്നെ ഒരു അപ്ഡേറ്റുകളൊന്നും വരാതെ തന്നെ ക്രിസംഗി മറുനാടൻ തൻ്റെ ചാനലിലൂടെ സ്വാഭാവികമായിട്ടും അർജുൻ്റെ ജഡം കിട്ടി എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ വരാതെ തന്നെ വാർത്തകൾ കൊടുത്ത് ഒരു അനുശോചനം വരെ നടത്തിയിട്ടുള്ള ഒരു ചാനലാണ് യഥാർത്ഥത്തിൽ ഈ മറുനാടൻ സാജൻ്റെ ചാനൽ. ഞാൻ അതൊന്നും പറയുന്നില്ല ഇപ്പോൾ, കാരണം അതൊക്കെ പറഞ്ഞാൽ അവർ വലിയ ചാനലുകാരാണ്. അവർക്കൊക്കെ ഓരോ സെക്കൻഡുകളും മാത്രമല്ല അത് ദിവ്യവചനം പോലെ ഉൾക്കൊള്ളാൻ ലക്ഷോപലക്ഷം വിവേഴ്സുള്ള ഈ കാലത്ത് നമ്മളുടെ വാക്കുകൾക്ക് എന്തു പ്രസക്തി? പക്ഷേ പറയുന്നതിലധികവും വർഗീയ വിദ്വേഷവും വെറും പച്ച നുണയും തെറിയും ഒരു സമുദായത്തെ പ്രതിക്കൂടിൽ നിർത്തുന്നതുമാണ് എന്ന് അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്നിട്ടും ആ വ്യക്തിയുടെ ചാനലിന് അങ്ങേയറ്റം മില്യൺ കണക്കിലുള്ള വ്യൂവേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ, അതൊന്നുമുള്ള ഇത് പറയല്ല ഞാൻ. പക്ഷേ വെറും നുണ, പച്ച നുണയാണ്. ഓരോ സമയം തോറും ഒരു ദിവസത്തിൽ 20ഓ 25ഓ വീഡിയോകളാണ് ഈ മറുനാടൻ സംഘി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് മുഴുവനും ഈ പറയുന്ന വ്യൂവേഴ്സും കിട്ടുന്നത്, അതിനനുസരിച്ച് പ്രതിഫലവും ലഭിക്കുന്നു. പച്ച നുണ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുന്ന, സമൂഹത്തിൽ വിദ്വേഷവും വെറുപ്പും പകയും ഉൽപ്പാദിച്ച് തമ്മിലടിപ്പിക്കാൻ നിർബന്ധിക്കുന്ന സന്ദേശങ്ങളല്ലാതെ ഗുണപരമായ ഒരു സന്ദേശവും ഇതുവരെ ഈ മറുനാടൻ സാജൻ്റെ ആ ചാനലിൽ നിന്ന് സമൂഹത്തിന് ലഭിച്ചിട്ടില്ല. ഒരു ഗുണവും ലഭിച്ചിട്ടില്ല. ആ സമയത്ത് ഞാനിപ്പോൾ പറയുന്നത് അതല്ല. ഇപ്പോൾ അർജുനൻ്റെ ഈ ദുഃഖത്തിനിടയിലാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോഴിക്കോട് ഈ പറയുന്ന നിയമങ്ങൾ ഒക്കെ ഇളവ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അർജുനൻ്റെ ഭാര്യ അടുത്ത ദിവസം തന്നെ ഈ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ സന്തോഷ വാർത്ത തന്നെയാണ്. തീർച്ചയായും ആ കുടുംബത്തിന് ഒരു ആശ്വാസമാണ് ഈ സാഹചര്യത്തിൽ. മാത്രമല്ല, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അർജുനൻ്റെ ജീവനുള്ള ശരീരത്തെ ലഭിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഞാനിത് തുടങ്ങുമ്പോഴും ആഗ്രഹിക്കുന്നത്, പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്, സർവശക്തനോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംശയകരമായ രീതിയിൽ കടപ്പുറത്ത് അടിഞ്ഞിട്ടുള്ള ജഡം അർജുനൻ്റേതാണെന്ന സംശയങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും അർജുനൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അർജുനൻ്റേതാണെന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വേദനാജനകമായ ഒരു വാക്ക് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അർജുൻ മരിക്കാതിരിക്കട്ടെ, ജീവനോടുകൂടെ തന്നെ അർജുനൻ്റെ ജഡം ലഭിക്കാതെ അർജുനൻ്റെ ജീവനുള്ള ശരീരം തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയുന്നത്, ഇനി അർജുനൻ്റെ ജഡമാണെങ്കിൽ അതിൻ്റെ കൃത്യതയോടുകൂടെ അത് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ അർജുനൻ്റെ കുടുംബത്തിന് ക്ലെയിം ലഭിക്കൂ. അഥവാ ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കണമെങ്കിലും യഥാർത്ഥത്തിൽ അർജുനൻ്റെ ബോഡി ലഭിച്ചു എന്നതിന് വ്യക്തമായ ഒരു തെളിവ് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അല്ല ഇപ്പോൾ എന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല, ഈ ക്ലെയിമിന് വേണ്ടി അതല്ലെങ്കിൽ ഈ ക്ലെയിം നിലനിൽക്കുകയില്ല, മറിച്ച് മിസ്സിംഗ് കേസ് മാത്രമായിട്ടാണ് പരിഗണിക്കുക. മിസ്സിംഗ് കേസിനൊന്നും തന്നെ ക്ലെയിം ലഭിക്കുകയില്ല എന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈകിയാണെങ്കിലും ആ കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു എന്നത് നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തിന് അതുവഴിയെങ്കിലും കിട്ടുന്ന ആശ്വാസം ലഭിക്കുമാറാവട്ടെ. അതിനുശേഷം തന്നെ ആ ജോലി ലഭിക്കുകയും തുടർന്ന് ഏത് രീതിയിലായാലും ശരി
അർജുനൻ്റെ ജീവനുള്ള ശരീരം തന്നെ ഞങ്ങൾക്ക് കണ്ടെത്തിപ്പിച്ച് തരണമേ സൃഷ്ടാവേ. ഇനി അതല്ല എങ്കിൽ അതിൻ്റെ നിയമപരമായ രീതിയിൽ ആ കുടുംബത്തിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള മറ്റു സംവിധാനങ്ങൾ നീ ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.